നീ കർത്താവിന് എന്ത് കൊടുത്തോ ഇരട്ടിയായിട്ട് മടക്കി തരും. ദശാംശം കൊടുത്തോ ഇരട്ടിയല്ല, ഞാൻ പറയും 100 ഇരട്ടിയായിട്ട് തരും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് മുഴുവൻ മടക്കി തരുന്ന ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32:38 തിരുവചനങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവമായിരിക്കും. അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടുന്നതിനും ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും നൽകും. കണ്ടോ, എൻ്റെ സ്വന്തം ജനമാണവർ, എൻ്റെ സ്വന്തം മക്കളാണവർ. അവർക്ക് ഞാൻ കൂടുതൽ നന്മകൾ നൽകുമെന്ന് വചനം പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ഏക മനസ്സും ഏകമാർഗവും നൽകും. ഞാൻ അവരുമായി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. ഞാൻ അവരുമായി ശാശ്വതമായ ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. ഇത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഞാൻ അവരുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയത്തില്ല. കർത്താവ് പറയുക, ഉടമ്പടിയാണിത്. നന്മ ചെയ്തെന്ന് ഞാൻ പിന്തിരിയത്തില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ ഇവിടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും. അവർക്ക് നന്മ ചെയ്യുന്നതിൽ, അവരെ അനുഗ്രഹിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുമെന്നാണ് പറയുന്നത്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും. ഈ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. നീ തകർന്ന നിന്റെ നാട്ടില്, നീ പരാജയപ്പെട്ട നിന്റെ നാട്ടില് അവൻ നിന്നെ നട്ടുവളർത്തും. അനുഗ്രഹിച്ച് അവൻ ഉയർത്തും. നന്മ കൊണ്ട് നിന്റെ ഇതിന്റെ തലമുറകളെയും അവൻ നിറയ്ക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ഈ ജനത്തിന്റെ മേൽ വലിയ അനർത്ഥങ്ങൾ വരുത്തി. അതുപോലെ തന്നെ അവർക്ക് വാഗ്ദാനം ചെയ്തിരുന്ന നന്മകളും ഞാൻ അവരുടെ മേൽ വർഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഈ വചനം കൊണ്ട് വിശ്വസിച്ച് നന്മകൾ കൊണ്ട് അവൻ നിങ്ങളെ നിറയ്ക്കാൻ പോവുകയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മക്കൾക്കും ബിസിനസ്സിനും ജോലിക്കും എല്ലാ മേഖലകളിലും കർത്താവ് നന്മ വാരി വിതറാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങളും ഞെരുക്കങ്ങളും പരാജയങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അപ്പുറമായിട്ട് അവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നന്മകൾ ഞാൻ അവരുടെ മേൽ വർഷിക്കും. നന്മ നമ്മുടെ മേൽ തരുന്ന ദൈവം, നമ്മെ സ്നേഹിക്കുന്നവൻ, നമ്മൾ അവിടുത്തെ സ്വന്തം ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, നമ്മളുടെ പ്രിയപ്പെട്ടവരാണ്. നന്മകളാൽ അനുഗ്രഹത്താൽ അവൻ നമ്മെ നിറയ്ക്കും. ഹല്ലേലൂയ. കരമടിച്ചു കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. വലിയ ദൈവപ്രവൃത്തികൾ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വസിക്കണം. യേശു എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. യേശു എന്നെ അനുഗ്രഹിക്കും, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. എനിക്കായി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. ഇത് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. യേശു നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ട് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വചനം. ആശ്ചര്യപ്പെടുവിൻ, അപ്രത്യക്ഷരാകുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി. നിന്ദകരെ കാണുവിൻ. ദൈവത്തെ നിന്ദിക്കുന്നവരുണ്ട്, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെ നിന്ദിക്കുന്നവരുണ്ട്, അധിക്ഷേപിക്കുന്നവരൊക്കെ ഉണ്ട്. നിന്ദകരെ കാണുവിൻ. നിങ്ങൾ കണ്ടു, ആശ്ചര്യപ്പെടുവിൻ, അത്ഭുതപ്പെടുക, അപ്രത്യക്ഷരാകുവിൻ, എന്തെന്നാൽ
നിങ്ങളുടെ ദിവസങ്ങളിൽ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു. ആര് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി, ആര് പറഞ്ഞാലും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി യേശു എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നമ്മൾ അത്ഭുതങ്ങളിൽ വിശ്വസിക്കണം. യേശു ജീവിക്കുന്ന ദൈവമാണ്. ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയിൽ മാനവരാശിയെ ദൈവപിതാവ് രക്ഷിക്കുകയാണ്. പാപിയെ ശിക്ഷിക്കുക എന്ന ഒരു പദ്ധതി ദൈവത്തിൻ്റെ മനസ്സിൽ ഇല്ല. പാപിയെ തള്ളിക്കളയുക അങ്ങനെ ഒരു കാര്യവും ദൈവം ആഗ്രഹിക്കുന്നില്ല. പാപിയുടെ മടങ്ങിവരവിന് വേണ്ടി കർത്താവായ ദൈവം കാത്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16, 17, 18 വചനങ്ങൾ. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഒത്തിരി സ്നേഹിച്ചു. അതുകൊണ്ട് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തൻ്റെ പുത്രനെ അയച്ചത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കണമെന്നും അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ലോകം രക്ഷ പ്രാപിക്കണം. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതന്റെ നാമത്തിൽ വിശ്വസിക്കാൻ മുഴുവൻ നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷിക്കപ്പെടുന്നില്ല, ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെയും ദൈവം ഒരിക്കലും ശിക്ഷിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, മനുഷ്യനെ രക്ഷിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ മനസ്സിലെ പദ്ധതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തു വഴി എല്ലാവരെയും രക്ഷിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ ജോബിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ 22 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ ശക്തമാണ്. ഈ വചനങ്ങൾ അവന്റെ ആത്മാവ് പാതാളത്തെയും ജീവൻ മൃത്യുവിന്റെ ദൂതന്മാരെയും സമീപിച്ചിരിക്കുന്നു. അവന്റെ ആത്മാവ്, ഒരു മനുഷ്യന്റെ ആത്മാവ് ജീവന്, മൃത്യുവിനെ അല്ലെ പാതാളത്തെ സമീപിച്ചിരിക്കുന്നു. എന്നാൽ ആത്മരക്ഷ നഷ്ടമായ ഒരു അവസ്ഥയിൽ ആയിരിക്കുന്നു. മനുഷ്യന് ധർമ്മം ഉപദേശിക്കാൻ ഒരു ദൈവദൂതൻ, ആയിരങ്ങളിൽ ഒരുവനായ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ പ്രാർത്ഥനയാണ്. മനുഷ്യന് ധർമ്മം ഉപദേശിക്കുവാൻ ആയിരങ്ങളിൽ ഒരുവനായ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് രക്ഷയ്ക്ക് വേണ്ടി യേശുവിൻ്റെ നാമം മാത്രമേ നൽകപ്പെട്ടിട്ടുള്ളൂ. ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനേയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെ യേശുവാണ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തത്. യേശുവാണ് നമുക്ക് വേണ്ടി സഹിച്ചത്. യേശുവാണ് രക്തം ചിന്തിയത്. യേശുവാണ് കുരിശിൽ മരിച്ചത്. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരേ ഒരു മധ്യസ്ഥനേയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ യേശുവിലൂടെ മാത്രമേ നമുക്ക് സ്വർഗത്തിൽ എത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആയിരങ്ങളിൽ ഒരുവനായ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ദൂതൻ അവനോട് കരുണ തോന്നി പറയുന്നു, ഞാനൊരു മോചന ദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ ഒരു മോചന ദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കുനിന്ന് അവനെ രക്ഷിക്കുക. അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ പറയുന്നുണ്ട്, 1 തിമോത്തി
2-ാം അധ്യായത്തിന്റെ 4-5 വചനങ്ങൾ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നും ആണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായി നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ 6-ാമത്തെ വചനമാണ് പറയുന്നത്, അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ മോചന മൂല്യമായിട്ട് നൽകി. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ തന്നെ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, മനുഷ്യരാശിയുടെ മുഴുവൻ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി മോചന മൂല്യമായിട്ട് നമ്മളെ യേശു തന്നെ തന്നെ കൊടുത്തു. എനിക്കും നിങ്ങൾക്ക് വേണ്ടി മോചന മൂല്യമായിട്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ മോചന മൂല്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവനാണ്, യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തം കൊടുത്തു, യേശുവിൻ്റെ ജീവൻ കൊടുത്തു. അവൻ തന്റെ ശരീരം തകർക്കപ്പെടുവാനായിട്ട് വിട്ടുകൊടുത്തു. അങ്ങനെ അവൻ തന്നെ തന്നെ മോചനമൂല്യമായിട്ട് നൽകിക്കൊണ്ട് എന്നെയും നിങ്ങളെയും രക്ഷിച്ചു. അവന്റെ രക്തം, അവന്റെ ജീവൻ എനിക്കും നിങ്ങൾക്കും മോചന മൂല്യമായിട്ട് മാറുകയാണ്. കരമുയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, നന്നായി സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തെ വിളിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്ക് ജോബിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരാം. ജോബ് 33:24 വചനം, താഴോട്ടുള്ള വചനം മുമ്പേ നമ്മൾ കേട്ടതിന്റെ ബാക്കിയാണ്. ദൂതൻ അവനോട് കരുണ തോന്നി പറയുന്നു, ഞാനൊരു മോചന ദ്രവ്യം, അതാണ് മോചന മൂല്യം, മോചന ദ്രവ്യം കണ്ടെത്തിയിരിക്കുന്നു. പാതാളത്തിൽ പതിക്കുന്നതെന്ന് അവനെ രക്ഷിക്കുക. നിത്യ നരകത്തിൽ പതിക്കുന്നതെന്ന് അവനെ രക്ഷിക്കുക. അവൻ മാംസം വെച്ച് യുവത്വം വീണ്ടെടുക്കട്ടെ. യൗവനോന്മേഷത്തിന്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. അവൻ ജീവനിലേക്ക്, പുതുജീവനിലേക്ക്, പുതുശക്തിയിലേക്ക് അവൻ മടങ്ങി വരട്ടെ. അപ്പോൾ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും. അവൻ പ്രാർത്ഥിച്ചു, ദൈവത്തോട് അനുതപിച്ചു പ്രാർത്ഥിച്ചു. അവൻ പാപം ഉപേക്ഷിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. അവിടുന്ന് അവനെ സ്വീകരിക്കുകയും ചെയ്യും. അവിടുത്തെ സന്നിധിയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിക്കും. അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ചു പറയും. അവൻ തൻ്റെ രക്ഷയെക്കുറിച്ച് മനുഷ്യരോട് ആവർത്തിച്ച് പറയും. ഹല്ലേലൂയ. അവൻ മനുഷ്യരുടെ മുൻപിൽ പാടി പ്രഘോഷിക്കും, ഞാൻ പാപം ചെയ്തു, ഞാൻ പാപം ചെയ്തു, ഞാൻ നീതി വിട്ടകന്നു, എങ്കിലും എനിക്ക് ശിക്ഷ ലഭിച്ചില്ല. ഞാൻ പാപം ചെയ്തു, ഞാൻ അകൃത്യങ്ങൾ ചെയ്തു, ഞാൻ തിന്മയിൽ ജീവിച്ചു, എങ്കിലും എനിക്ക് ശിക്ഷ ലഭിച്ചില്ല. ഹല്ലേലൂയ. പാതാളത്തിൽ പതിക്കാതെ അവിടുന്ന് എന്നെ രക്ഷിച്ചു. എനിക്ക് ശിക്ഷ ലഭിച്ചില്ല. അപ്പൊ എൻ്റെ ശിക്ഷ ആരേറ്റെടുത്തു? ആരേറ്റെടുത്തു? യേശു ഏറ്റെടുത്തു. എൻ്റെ പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. എൻ്റെ പാപത്തിന് യേശു പരിഹാരം ചെയ്തു. അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ ഇടമുണ്ട്. സ്വർഗത്തിൽ ഉറപ്പായിട്ടും എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാൻ സാധിക്കും. നമ്മളെ ഒരിക്കലും കർത്താവ് നരകത്തിലേക്ക് തള്ളി കളയത്തില്ല. ഹല്ലേലൂയ. എൻ്റെ ജീവൻ പ്രകാശം കാണും. ദൈവം മനുഷ്യനോട് പ്രകാരം 2-3 തവണ ആവർത്തിക്കുന്നു. അവന്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് തിരിച്ചെടുക്കുക. അവൻ ജീവന്റെ പ്രകാശം കാണേണ്ടതിന് തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തു തന്റെ ജീവൻ കൊടുത്തുകൊണ്ട്, തന്റെ രക്തം കൊടുത്തുകൊണ്ട്, തന്റെ ശരീരം തകർക്കപ്പെടുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന് എല്ലാം നമ്മളെ വിടുവിച്ചു കഴിഞ്ഞു, നമ്മളെ രക്ഷിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാപം ചെയ്തു, നീതി വിട്ടകന്നു, പക്ഷേ എനിക്ക് ശിക്ഷ ലഭിച്ചില്ല. എൻ്റെ പാപത്തിന് യേശു ശിക്ഷ ഏറ്റുവാങ്ങി, അവൻ പരിഹാരം ചെയ്തു.
അതുകൊണ്ട് സ്വർഗത്തിൽ എനിക്ക് ഇടമുണ്ട്, സ്വർഗത്തിൽ എനിക്ക് പ്രവേശനമുണ്ട്. മനുഷ്യന് നഷ്ടപ്പെട്ട പർദീസ ക്രിസ്തുവിലൂടെ ഇന്ന് എല്ലാവർക്കും ലഭിക്കുകയാണ്. മനുഷ്യന് നഷ്ടമായ സ്വർഗം, ആദിമാതാപിതാക്കളുടെ പാപത്തിലൂടെ നഷ്ടമായ സ്വർഗം ഇന്ന് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യെശയ്യാ പ്രവാചന പുസ്തകം 53:4-5. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യും നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. യേശു ഏറ്റുവാങ്ങിയ ആ പീഡനങ്ങള്, സഹനങ്ങള് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും രക്ഷയായിട്ട് മാറുകയാണ്. ആര് ഇത് വിശ്വസിക്കുന്നോ, ആര് യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നുവോ, അവർക്കുറപ്പായിട്ടും രക്ഷയുണ്ട്, നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ദൈവത്തോടൊത്ത് ആ നിത്യമായ സന്തോഷത്തിൽ എന്നും ആയിരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് ലഭിക്കുന്നത് യേശു ക്രിസ്തു ഏറ്റുവാങ്ങിയ സഹനങ്ങളും പീഡനങ്ങളിലൂടെയാണ്. അവൻ കുരിശിൽ ഏറ്റുവാങ്ങിയ അപമാനങ്ങളും വേദനകളും നൊമ്പരങ്ങളും നമുക്ക് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറി. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.